ഇതുണ്ടോ, ഇത് ഞാൻ ലാൻഡ്സ്കേപ്പിൽ ആദ്യം വീഡിയോ ചെയ്തു. അതിൽ ഒറ്റ വ്യൂസും ഇല്ല. ഞാൻ സാധാരണ പോർട്രേറ്റിൽ എല്ലാം ചെയ്യുന്നതാണ്, ഷോർട്ട് വീഡിയോ പോലെ. ഇത് നമ്മുടെ മൈക്രോ പ്ലാന്റ്സിൻ്റെ സംഭവമാണ്, നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൈക്രോ പ്ലാന്റ്സിൻ്റെ സംഭവങ്ങളാണ്. ഇതേ നമ്മളിപ്പോൾ പയറേടി ഒരു 1 വീക്കിനുള്ളിൽ റെഡിയാവും. എന്നുവെച്ചാൽ 2 ദിവസം വെള്ളത്തിലിടണം പയർ. ലെന്തിക്ക വെറുതെ എന്നും പറയാം. ലെന്തിക്ക വെറുതെ ദുവ ചോറിന് ലാക്കുക. അപ്പോൾ ഇതൊപ്പം ഇതിൻ്റെ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് പേപ്പർ ഇട്ടിട്ട് അത് വെള്ളമൊഴിച്ച് നനച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പയറിടും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ തളിച്ച് കൊടുക്കുകയോ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വെള്ളം കൊടുക്കാം. എൻ്റെ പയർ ഇതൊക്കെ പയറാണ്. ഇതൊന്ന് ഓടാൻ പോയപ്പോൾ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ നമ്മളെ ബോട്ടിൽ കട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അകത്ത് പേപ്പർ തിക്ക് ചെയ്ത് വെച്ചിട്ട് മറഞ്ഞു പോകാത്ത രീതിയിൽ അതിനെ ഞാൻ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ റോസ്മെരീനോ അതും അങ്ങനെ തന്നെയാണ്. ഷെയ്ക്ക് ആവാതിരിക്കുകയാണെങ്കിലാണ് ചെടിക്ക് ഇതായിട്ട് നിൽക്കുള്ളൂ, വേര് ഇറങ്ങുള്ളൂ. എല്ലാവരും ഷെയ്ക്ക് ആവണ ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കുമ്പോൾ ചെരിഞ്ഞൊക്കെ പോയാൽ ഒരു ചെടിയും പിടിക്കില്ല. അതെന്ന് വെച്ചാൽ അപ്പോൾ എപ്പോഴും അതിനൊരു സ്റ്റാൻഡപ്പ് വേണം. അപ്പോൾ ഇതിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെടി വരും. ഇത് പിടിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടിയിൽ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ ഇട്ട് കൊടുത്തതും. വെള്ളത്തിൻ്റെ സാന്നിധ്യം കുറച്ച് നേരം അധികം ദിവസം നിൽക്കും. അതിനാണ് നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ചെടിക്ക് ഡയറക്റ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് മാറ്റി ഞാൻ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനധികം വെള്ളം വന്നു കഴിഞ്ഞാൽ സാധനം ഡാമേജ് ആയിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എപ്പോഴും ഈ ഒരു പൊസിഷനായിരിക്കും നല്ലത്. നമ്മുടെ ഔട്ട് സൈഡിലുള്ള സെറ്റപ്പ് അല്ലേ, ഇത് കംപ്ലീറ്റ് നോർത്ത് ഇറ്റലിയാണ്.